എന്താണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ? അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി ഇന്റർനെറ്റോ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസോ ഗവൺമെന്റ് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാം. അതാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി, ദറ്റ് ഈസ് പബ്ലിക് സേഫ്റ്റി, പബ്ലിക് ഓർഡർ, അതൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇന്റർനെറ്റ് ഷട്ട് ഡൗണിന് കുറെ ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സർട്ടൻ ആപ്സ് ബ്ലോക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ നീറ്റിന്റെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടെലിഗ്രാം ബ്ലോക്ക് ചെയ്യുന്നത്. അതുപോലെ കംപ്ലീറ്റ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ, അതുപോലെ പാർഷ്യൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ, ദറ്റ് ഈസ് കുറച്ച് സമയത്തേക്ക് മാത്രം ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യും. അതുപോലെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ സ്പീഡ് സ്ലോ ആക്കുക, ദറ്റ് ഈസ് ഇന്റർനെറ്റ് സ്പീഡ് ത്രോട്ടിംഗ് എന്ന് പറയും അതിന്. ഇനി ഇതിന്റെ ലീഗൽ ഫ്രെയിംവർക്ക് നോക്കാം. ടെലികമ്മ്യൂണിക്കേഷൻ 2023 സെക്ഷൻ 20 പ്രകാരം ഗവൺമെന്റിന് അധികാരം കൊടുത്തുള്ളത്, ദറ്റ് ഈസ് വയലൻസ് അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റിക്ക് ത്രെറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇന്റർനെറ്റ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിന്. അതുപോലെ മറ്റൊരു ലീഗൽ ഫ്രെയിംവർക്കാണ് ടെലികമ്മ്യൂണിക്കേഷൻ ടെമ്പററി സസ്പെൻഷൻ ഓഫ് സർവീസ് റൂൾ 2023. ഈ റൂള് പ്രകാരം മാൻഡറ്ററി, എന്തിനാണ് ഈ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ കൊണ്ടുവരുന്നത് എന്ന് മാൻഡറ്ററി ആയിട്ട് റിട്ടേൺ ഡോക്യുമെന്റ് വേണം. കുറെ കാലയളവിലേക്ക് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല, ലിമിറ്റഡ് ഡ്യൂറേഷൻ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ ജന്തർ മന്ദിർ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് ഡൽഹിയിൽ ചില ഭാഗങ്ങളിൽ മാത്രം ഇന്റർനെറ്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പബ്ലിക് ഓർഡേഴ്സ് കൊണ്ടുവരണം, ദറ്റ് ഈസ് ഇന്റർനെറ്റ് സസ്പെൻഷൻ ചെയ്യാൻ മുമ്പ് പബ്ലിക് ഓർഡറുകൾ പുറപ്പെടുവിപ്പിക്കണം. ഇനി ഇത് ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എനെ ബാധിക്കും. അതെന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. മറ്റൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ജി എന്ന് പറയുന്നു, ദറ്റ് ഈസ് ഫ്രീഡം ഓഫ് പ്രൊഫസ് എനി ട്രേഡ് ആൻഡ് പ്രൊഫഷൻ. അതാണ് അടുത്തൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. വേറൊരു ആർട്ടിക്കിളിനെ ബാധിക്കുന്ന പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്, ദറ്റ് ഈസ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ കുറെ എക്കണോമിക് ലോസ് ഉണ്ടാവും. അതുപോലെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓൺലൈനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത് കൂടുതലായിട്ട് ബാധിക്കും. ഇനി ഇന്റർനെറ്റ് ഷട്ട് ഡൗണിനെ കുറിച്ച് സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പൊ അനുരാധ ഭാസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എനും അതുപോലെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ജിനും അതുപോലെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത്രയൊക്കെ മാത്രമാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗണിനെ കുറിച്ച് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നു വെച്ചാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.